നമ്മുടെ ദൈവത്തിന് നമ്മളോട് ശരിക്കും സ്നേഹമുണ്ടോ? നാം ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയോട് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് എന്താണ്? സുഖമാണോ എന്നല്ലേ. നാം ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ നമ്മുടെ സംഭാഷണം നീണ്ടുപോകുന്നൊന്നും അറിയില്ല, സമയം പോയതുപോലും അറിയില്ല. പോട്ടെ, നാളെ കാണാമെന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കും. നാം നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? നാം ഓടിച്ചെന്നിട്ടൊരു കാര്യം പറയും, എനിക്കൊരു സാധനം വേണം, കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് ആ സാധനം വേണം, ആ സാധനം വേണം, ആ സാധനം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു മനുഷ്യനോട് നാം ഒരു കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കേൾക്കുന്ന ആൾക്ക് ദേഷ്യം വരും. എന്നാൽ കേൾക്കുന്ന ആളെ സുഖിപ്പിക്കുകയാണ്, സന്തോഷത്തോടെ പറയാണ്. ആളുടെ കാര്യങ്ങൾ കേൾക്കാൻ ശ്രദ്ധിക്കാനും നാം മനസ്സ് കാണിക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോട് താല്പര്യം തോന്നും. നാം നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോടൊരു സ്നേഹം തോന്നും, വാത്സല്യം തോന്നും. ആദ്യം ദൈവത്തിൻ്റെ ഇഷ്ടം നോക്കുക, അതനുസരിച്ച് നാം നമ്മുടെ യാചനകൾ നിരത്തുക. ദൈവഹിതം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ശരിക്കും പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ വേറെ ആരും നമ്മുടെ കൂടെ വേണ്ട. നമ്മുടെ ഉള്ളിൽ ആ ശക്തി വന്ന് നിറയുകയും നാം ധന്യരാകുകയും ചെയ്യും. കാരണം മുൻപേ നടക്കാനും വീണാൽ എഴുന്നേൽക്കാനും ഉള്ളിലുള്ള ദൈവം നമ്മെ സഹായിക്കും. നാം ആദ്യം ചെയ്യേണ്ട പണി നാം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. യാചനകളൊക്കെ മാറ്റി നിർത്തുക. ഒരു വ്യക്തിക്ക് നമ്മളോട് സ്നേഹമാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലുള്ള സാധനം നമുക്ക് തരാൻ ഒരു മടി ഉണ്ടാവില്ല. ഇതേ രീതി തന്നെയാണ് ദൈവത്തിനും. നമുക്ക് ദൈവത്തോട് സ്നേഹമാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിലുള്ളതെല്ലാം നമ്മുടേതാണ്. നാം തട്ടിപ്പറയ്ക്കാനും നിരന്തരം യാതനയിലൂടെ ശല്യം ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന അവിടെ സ്റ്റോപ്പായി. വിരസത തോന്നാൻ തുടങ്ങും. നാം എന്നും ഒരു കാര്യം തന്നെ ഒരു വ്യക്തിയോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ചെവിയാനെടുക്കാൻ തുടങ്ങും. ആൾക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സംഭവം ഇതാണ് കാര്യം എന്ന്. ഒഴിഞ്ഞു മാറാനേ ശ്രമിക്കുകയുള്ളൂ. നാം ചെയ്യേണ്ട കാര്യം നമ്മുടെ ദൈവത്തെ നാം സ്നേഹിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുക, ആരാധിക്കുക, മഹത്വപ്പെടുത്തുക. മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് മനസ്സിലാക്കുക. അതിനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. നമ്മുടെ ജീവിതം ധന്യമാക്കാൻ വേണ്ടി അത് ഉപകരിക്കും. ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി നാം ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ആ ദൈവം നൽകി നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ ശക്തനാക്കും. നാം വീണാലും നമുക്ക് എഴുന്നേൽക്കാൻ കഴിയും. നാം എത്ര ദൂരം പോയാലും നമ്മളുടെ ശക്തി ചോർന്നു പോകില്ല, നമ്മളെ ബലപ്പെടുത്തും. പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. ആദ്യം ചെയ്യേണ്ടതും അവസാനം ചെയ്യേണ്ടതും നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുക എന്നൊരു കടമ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അവൻ്റെ കയ്യിലുള്ളതെല്ലാം നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. യാചനകളെല്ലാം പിന്നീട് പറഞ്ഞാൽ മതി. ഒരിക്കൽ നമ്മുടെ അച്ഛനോട് അല്ലെങ്കിൽ അപ്പനോട് പറയുമ്പോൾ കേൾക്കും, മനസ്സിൽ ഉൾക്കൊള്ളും. അത് തിരക്ക് കൊണ്ടോ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ടോ അപ്പച്ചൻ നമുക്ക് തരാൻ ലേറ്റ് ആയാലും തരും. ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുക. ഇതിലും നല്ല രീതി വേറെ ഇല്ല. നമ്മുടെ വിശ്വാസവും നമുക്കുള്ള സ്നേഹവും നമുക്ക് ഇന്നും നമ്മുടെ ദൈവത്തോട് ഉണ്ടാകട്ടെ എന്ന്